1964 പി ടി ചാക്കോയുടെ അകാല ചരമത്തെ തുടർന്ന് മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവർക്കും നായന്മാർക്കും ഇടയിലുണ്ടായ വലിയ വികാര വിക്ഷോഭത്തിൽ നിന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി പിറവിയെടുത്തത് എന്നാണ് ചരിത്രവും ഐതിഹ്യവും. ആ പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിന് വിലമതിക്കാനാകാത്ത ഈടുവെപ്പുകൾ നൽകിയ ഒരു മഹാപ്രസ്ഥാനമാണ്. അതിൻ്റെ ആദ്യകാല നേതാക്കളിൽ പലരും പിന്നീട് പിരിഞ്ഞുപോയി എങ്കിലും പാർട്ടി ഒരിക്കലും അതിൻ്റെ അസ്തിത്വം പണയം വയ്ക്കുകയുണ്ടായിട്ടില്ല. അതിനുശേഷം രൂപീകൃതമായ മറ്റ് പല പ്രാദേശിക പാർട്ടികളും ഒന്നുകിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ ജനതാ പാർട്ടിയിലും അതിൻ്റെ പിൽക്കാല രൂപങ്ങളിലും അഭയം തേടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ബംഗ്ലാ കോൺഗ്രസ്, ഉത്കൽ കോൺഗ്രസ്, ജന കോൺഗ്രസ്, ഭാരതീയ ക്രാന്തിദൾ മുതലായ പാർട്ടികൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞുപോയി. പക്ഷേ കേരള കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ മറ്റേതെങ്കിലും ദേശീയ പാർട്ടിയിലേക്ക് ലയിക്കുകയോ അതല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു പോവുകയോ ചെയ്തില്ല. കോൺഗ്രസിലേക്ക് തിരിച്ചു പോയിരുന്നെങ്കിൽ കെ എം മാണിക്ക് കേരള മുഖ്യമന്ത്രിയാകാൻ യാതൊരു തടസ്സവും ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹത്തിന് അതിനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നു, നേതൃത്വ ഗുണമുണ്ടായിരുന്നു, വലിയ ജനപിന്തുണയും ഉണ്ടായിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ്സായിട്ട് തുടർന്നുകൊണ്ട് അദ്ദേഹം ഈ കോട്ടയം, ഇടുക്കി ജില്ലകളുടെ ഇട്ടാവട്ടത്തിനപ്പുറത്തേക്ക് വികസിക്കാനോ വളരാനോ കഴിയാതെ പോയി. കേരള കോൺഗ്രസിൻ്റെ വലിയൊരു പരിമിതി അതാണ്. കേരള കോൺഗ്രസ് വളരുന്നതനുസരിച്ച് പിളരുന്നതനുസരിച്ച് അതിൻ്റെ ശക്തി ക്ഷയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ ജോസഫ് ഗ്രൂപ്പുണ്ടായി, പിള്ള ഗ്രൂപ്പുണ്ടായി, ജേക്കബ് ഗ്രൂപ്പുണ്ടായി, പിന്നീട് സെക്കുലർ കേരള കോൺഗ്രസ് ഉണ്ടായി, മറ്റ് പല പാർട്ടികളും ഉണ്ടായി. നോബൽ മാത്യുവിൻ്റെ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് വരെ ഉണ്ടായി. ഈ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ്സാണ് ആദ്യം ബി ജെ പിയിൽ ലയിച്ചത്. പിന്നീട് ഇപ്പോൾ നമ്മുടെ പി സി ജോർജിൻ്റെ ജനപക്ഷവും ബി ജെ പിയിൽ ലയിക്കുകയാണ്. പി സി ജോർജും മകന് ഡൽഹിയിൽ പോയി ബി ജെ പിയുടെ അംഗത്വം സ്വീകരിച്ചു. ജനപക്ഷം ബി ജെ പിയിൽ ലയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ഇത് പറയുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു ഉപകഥ കൂടിയുണ്ട്. അത് ആർ ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പ് 1977 ആണ്ടിൽ അന്ന് കേന്ദ്രത്തിൽ ഭരണകക്ഷിയായിരുന്ന ജനതാ പാർട്ടിയിൽ ലയിക്കുകയുണ്ടായി. പിന്നീട് ജനതാ പാർട്ടി ശിഥിലമായ സമയത്ത് ബാലകൃഷ്ണപിള്ള പിള്ള ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രം. അന്ന് കേരള കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകാതിരുന്ന ആളുകൾപ്പെട്ടവരാണ് ഇപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയുടെ സെക്കൻഡ് ഇൻ കമാൻഡായിരിക്കുന്ന പ്രൊഫസർ വർഗീസ് ജോർജും നമ്മുടെ തിരുവല്ല MLA ആയിരിക്കുന്ന പ്രിയപ്പെട്ട മാത്യു ടി തോമസും, അങ്ങനെ കുറച്ച് പേർ. ബാക്കി മിക്കവരും തന്നെ കേരള കോൺഗ്രസിലേക്ക് തിരിച്ചു പോയാൽ ഒരാളാണ് ജോസഫ് എം പുതുശ്ശേരി. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. പിന്നെ കെ കരുണാകരൻ DIC-K രൂപീകരിച്ച സമയത്ത് അതിൻ്റെ സമുന്നത നേതാവായിട്ട് മാറിയവരാണ് TN ജേക്കബും ജോണി നെല്ലൂരും. അവർ പിന്നീട് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ചു എന്നുണ്ട് ചരിത്രം. അപ്പോൾ കേരള കോൺഗ്രസ് വിട്ട് പോകുന്നവർ തിരിച്ച് കേരള കോൺഗ്രസ്സായിട്ട് തിരിച്ചു വരും എന്നുള്ളതാണ് ചരിത്രം. ഒരിക്കലും കേരള കോൺഗ്രസിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി അവർക്ക് തേച്ച് മാച്ച് കളയാൻ പറ്റുകയില്ല. ഇപ്പോൾ പി സി ജോർജും ബി ജെ പിയിൽ ലയിച്ചിരിക്കുക. എത്ര ദിവസം അദ്ദേഹത്തിന് ബി ജെ പിയിൽ തുടരാൻ പറ്റും, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട് ബി ജെ പിക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു പ്രവചനവും നടത്താൻ ഞാൻ ആളല്ല. പക്ഷേ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇടതു മുന്നണിയിൽ ഇടമില്ല. ആ വലത് മുന്നണിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അദ്ദേഹം രണ്ട് മുന്നണികളിലും മാറി മാറി ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ആരും കൈക്കൊള്ളാൻ കൂട്ടാക്കിയില്ല. ശബരിമല സമരകാലത്ത് ഇദ്ദേഹം കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് അയ്യപ്പ ശരണം വിളിച്ച് നിയമസഭയിൽ ഹാജരായി. എങ്കിലും അന്ന് ബി ജെ പി ക്യാമ്പിലേക്ക് പോകാൻ പുള്ളി കൂട്ടാക്കിയില്ല. ഒരു സമയത്ത് NDAയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും എന്ന് പറഞ്ഞെങ്കിലും അതും പ്രാവർത്തികമായില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പി സി ജോർജ് അവസാനം ഇനി ബി ജെ പി എങ്കിൽ ബി ജെ പി എന്ന് കരുതി അങ്ങോട്ട് പോയിട്ടില്ല. അദ്ദേഹം പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകും എന്ന് കേൾക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ എന്താ അത്ഭുതമാണ് പി സിക്ക് ചെയ്യാൻ കഴിയുക എന്നും അറിയില്ല. പത്തനംതിട്ടയിൽ ആരായിരിക്കും LDF സ്ഥാനാർത്ഥി എന്നുള്ളത് വ്യക്തമല്ല. UDFിൽ നിന്ന് മിക്കവാറും ആൻ്റണി തന്നെ മത്സരിക്കാനാണ് സാധ്യത. അപ്പോൾ ആൻ്റോയ്ക്കെതിരായിട്ട് വലിയ ഒരു ജനവികാരം ഉള്ളതുകൊണ്ട് LDFന് വോട്ട് ചെയ്യാനായിട്ട് പത്തനംതിട്ടക്കാർ തയ്യാറാകാൻ മടിക്കും എന്നുള്ളത് കൊണ്ട് പി സി ജോർജിൻ്റെ ഒരു സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാർ പറയുന്നത്. പി സി ജോർജ് ബി ജെ പിയിലേക്ക് പോകുന്നതുകൊണ്ട് പാർട്ടിക്ക് എന്ത് നേട്ടമുണ്ടാകും, അല്ലെങ്കിൽ പി സി ജോർജിന് ബി ജെ പിയിലേക്ക് പോയതുകൊണ്ട് എന്ത് നേട്ടമുണ്ടാകും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇന്നലെ
നമ്മുടെ മൗദൂദി ചാനൽ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ ചർച്ച പ്രകാരം പി സി ജോർജിന് യാതൊരു പ്രയോജനവുമില്ല, പി സി ജോർജിനെ കൊണ്ടും പ്രയോജനമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് പേടിക്കാനൊന്നുമില്ല. മൗദൂദി ചാനലിൻ്റെ വാക്കാണുള്ള അവസാന വാക്ക്. ഡി കമ്പനി പറയുന്നത് പി സി ജോർജിനെ കൊണ്ട് ബി ജെ പിക്കും ഗുണമില്ല, ബി ജെ പിയെ കൊണ്ട് പി സി ജോർജിന് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല, രണ്ടു കൂട്ടരെ കൊണ്ടും നാടിന് യാതൊരു ഗുണവുമില്ല. അപ്പോൾ ആർക്കും ഒരു പ്രയോജനമില്ലാതെ ഒരു വനരോധനമായിട്ട് പി സി ജോർജിൻ്റെ പാർട്ടി മാറ്റം അല്ലെങ്കിൽ ലയനം അവശേഷിച്ചു എന്നാണ് അടുപ്പ് കൂട്ടി ചർച്ചക്കാർ പറയുന്നത്. അതുകൊണ്ട് പി സി ജോർജിനെ ഇനി മേലുകീട് നോക്കേണ്ട ആവശ്യമില്ല, അടുപ്പ് കൂട്ടി ചർച്ചക്കാർക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജനാധിപത്യമാണല്ലോ. അപ്പോൾ ആളുകൾക്ക് നിൽക്കുന്ന പാർട്ടി തന്നെ നിൽക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് ഞാൻ വിചാരിക്കും. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിലെ ക്രൈസ്തവരെ സംഘടിപ്പിക്കാൻ നമ്മുടെ ജോണി നെല്ലൂരിൻ്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി നേരത്തെ രൂപീകരിച്ചു. ആ പാർട്ടിയുടെ പേരും മറ്റൊക്കെ ഞാൻ മറന്നുപോയി, കാരണം അങ്ങനെ ഓർമ്മിക്കത്തക്ക ഒരു പേരൊന്നുമല്ല, NPP എന്നോ മറ്റോ. ആ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. ഏതായാലും ആ പാർട്ടിയുടെ സ്ഥാപക നേതാവായിരിക്കുന്ന സാക്ഷാൽ ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് ജോസ് മാണി ഗ്രൂപ്പിൽ തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. അദ്ദേഹം വളരെ കാലം മുമ്പ് KM മാണി ജീവിച്ചിരിക്കുന്ന കാലത്ത് മാണിയോട് കലഹിച്ച് TN ജേക്കബും PM മാത്യു സ്റ്റീഫനും ഒരുമിച്ച് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയ ആളാണ്. അതിന് ജേക്കബ് ഗ്രൂപ്പ് എന്നറിയപ്പെടും. ആ പാർട്ടിയുടെ രൂപീകരണ സമ്മേളനം എറണാകുളത്ത് വളരെ ആഘോഷമായിട്ട് നടന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഈ കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ കുടിയേറ്റ മേഖലയിൽ നിന്ന് ബസ്സിൽ എറണാകുളത്ത് വന്ന് എറണാകുളം നഗരവീഥികളിൽ കൂടി ഇങ്ങനെ നിലാപത്ത് കോഴി അഴിച്ചുവിട്ട പോലെ നടന്നിരുന്നതും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചില പ്രവർത്തകരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? നമ്മുടെ നേതാവ് പറഞ്ഞനുസരിച്ച് വന്നതാണ്. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞങ്ങൾ ഈ എറണാകുളം പട്ടണം മുമ്പ് കണ്ടിട്ടില്ല, ഇതൊന്ന് നടന്ന് കാണുകയാണ് എന്നാണ്. ഒരു പ്രകടനത്തിന് വേണ്ടി വന്നവരാണ്. എറണാകുളത്തൊക്കെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കും. ദിവസം കൂലി എത്രയാണെന്ന് ഞാൻ ചോദിച്ചില്ല, അതൊരു മര്യാദയില്ലാത്ത ചോദ്യമാണ് എന്ന് വിചാരിച്ച് അത് ഒഴിവാക്കി അടിച്ചത്. അപ്പോൾ അങ്ങനെ രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഇപ്പോൾ അനൂപ് ജേക്കബ് മാത്രമേ ഉള്ളൂ. ജോണി നെല്ലൂർ പിരിഞ്ഞു പോയി. അത് ഇപ്പം ജോസ് മാണി ഗ്രൂപ്പിൽ അഭയം തേടിയിരിക്കുകയാണ്. അപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് മാണി സാറ് പണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, വളരും തോറും പിളരുമെന്ന് മാത്രമല്ല, ഇത് പിളരും തോറും ലയിക്കുകയും ചെയ്യും. അപ്പോൾ ജോണി നെല്ലൂർ ഏതായാലും ജോസ് കെ മാണിയുടെ പാതാരബിന്ദങ്ങളിൽ അഭയം തേടിയ ആ സമയത്ത് തന്നെയാണ് പി സി ജോർജ് ഇനി BJPയുമായി ചേർന്ന് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും പരിപാലനയും ഒക്കെ സംരക്ഷിക്കാൻ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടി പോയിരിക്കുന്നത്. ഏതായാലും പി സിക്ക് വിജയാശംസകൾ നേരുന്നു. അടുപ്പൂട്ടി ചർച്ചക്കാർ പറഞ്ഞൊന്നും കണക്കാക്കേണ്ടതില്ല. പി സി ജോർജ് എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു ഹെവി വെയ്റ്റ് താരമാണ്. അത് അദ്ദേഹത്തിൻ്റെ വിരോധികൾക്ക് പോലും സമ്മതിക്കേണ്ടി വരും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പി സിക്കും മകനും BJPയിൽ ശോഭനമായ ഭാവി ആശംസിക്കുന്നു. എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് അരുവിത്തറ വല്യച്ഛനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു.